പിന്നെ ഈ 18 വയസ്സ് തികയാൻ കാത്തു നിൽക്കുന്ന മാതാപിതാക്കളെ, നിങ്ങളെ സമ്മതിക്കണം. സ്വന്തം മകളുടെ കഴുത്തിലേക്കാണ് നിങ്ങൾ കുരുക്ക് കയറിയിടുന്നത്. നീ ഇല്ലെങ്കിലും എനിക്ക് ജീവിക്കാൻ അറിയാം, എനിക്ക് നല്ലൊരു ജോലിയുണ്ട്, എനിക്ക് നല്ലൊരു വരുമാനമുണ്ട് എന്ന് അവൻ്റെ മുഖത്തടിച്ചതുപോലെ പറഞ്ഞിട്ട് ഇറങ്ങി വരാനുള്ള ധൈര്യം അവൾക്ക് ഉണ്ടാകുമായിരുന്നു. അത് ഇല്ലാതാക്കിയത് ഓരോ മാതാപിതാക്കളുമാണ്, ആ പെൺകുട്ടിയുടെ മാതാപിതാക്കളാണ്. ശ്വാസം മുട്ടുന്നാണ്, അതുകൊണ്ട് എനിക്ക് കഴിയുന്നില്ല. ആരെൻ്റെ പുറം നിൽക്കൂലാണ്. എനിക്കിങ്ങനെ കുറ്റം മാത്രം കേട്ടിട്ട് നിൽക്കാൻ കഴിയുന്നില്ല. ഓൻ ചെയ്താലും അതിന് കുറ്റം നിൽക്കുന്ന ആ സംശയവും ഓൻ ചെയ്യുന്നതിനൊന്നുമില്ല. അക്ക് തീരെ ഇഷ്ടമില്ല ചെയ്യാൻ. എനിക്ക് ഇനിയും നിൽക്കണം. ഞാൻ മരിച്ചു എൻ്റെ ഉപ്പ കരയൂല കുറെ. ഓനിക്ക് സന്തോഷമായിരിക്കും, പക്ഷെ എൻ്റെ ഉപ്പയും കരയൂല. എല്ലാവർക്കും നമസ്കാരം. നിങ്ങളിപ്പോൾ കേട്ടത് വെറും ഒരു വോയിസ് മെസ്സേജ് മാത്രമല്ല, മരിക്കുന്നതിന് മുമ്പ് ഒരു കുട്ടി തൻ്റെ കൂട്ടുകാരിക്ക് അയച്ച അവസാനത്തെ സന്ദേശമാണിത്. ശ്വാസം മുട്ടിയാണ് അവൾ മരിക്കുന്നതെന്ന് അവൾ തന്നെ പറയുന്നുണ്ട്. കണ്ണൂർ പൊയ്ത്തുക്കടവിലെ ഫാത്തിമത്തുൽ റിസ, പ്രായം വെറും 20 വയസ്സ്, കല്യാണം കഴിഞ്ഞിട്ട് 8 മാസം പോലും തികഞ്ഞിട്ടില്ല. അതിനു മുമ്പ് തന്നെ അവൾ ലോകത്തോട് വിട പറഞ്ഞിരിക്കുകയാണ്. ആത്മഹത്യയാണ്. വിഷമങ്ങളൊന്നും എന്നോട് പറയലൊന്നുമില്ല. ഇതുവരെ 6 മാസത്തിനടുക്കൊന്നും പറയില്ല. നമ്മളിത് അന്ന് രാവിലെ വൈകുന്നേരം വരെ എൻ്റെ ഒരുമിച്ച് താഴെ ബെഡ്റൂമിൽ ഉണ്ടായതാണ്. വൈകുന്നേരം പറഞ്ഞാൽ എനിക്ക് കുളിക്കണം, നൈറ്റ് ഇട്ട് മേലേക്ക് പോകുന്നു, ഫോണും കൈയും പിടിച്ചിട്ട് പോയ മോളാണ്. അങ്ങനെ താഴോട്ടേക്ക് ഇറങ്ങിയിട്ട് ചായലും കുടിച്ചിട്ട് വീട്ടിലേക്ക് ആദ്യം പോയി. അവർ പോയിക്കതിന് ശേഷം ഞാൻ കുളിച്ചിട്ട് വരാമെന്നും പറഞ്ഞിട്ട് പിന്നെ ആ മോള് വന്നില്ല. പിന്നെ ആങ്ങളെയും ഭാര്യയും വന്ന ശേഷം ഓളെടുത്തു എന്ന് പറഞ്ഞാൽ അമ്മ പറഞ്ഞു ഓൾ കുളിക്കുന്നെന്ന് പറഞ്ഞു. എന്നിട്ട് ഇത്ര സമയം എന്ന് വെച്ചാൽ ഇവള് മേലേക്ക് പോയി നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പോയതാണ്. പിന്നെ പക്ഷേ ഇതൊരു സാധാരണ ആത്മഹത്യയാണോ, അതോ നമ്മുടെ സമൂഹം, പ്രത്യേകിച്ച് പെൺമക്കളെ എങ്ങനെയെങ്കിലും കെട്ടിച്ചു വിടാൻ ധൃതി കാണിക്കുന്ന മാതാപിതാക്കൾ എല്ലാവരും കൂടെ ഒന്നിച്ചു നടത്തിയ ഒരു കൊലപാതകമാണോ ഇത്? നമ്മളിന്ന് സംസാരിക്കുന്നത് റിസയെക്കുറിച്ചാണ്. അവൾ അനുഭവിച്ച നരകയാതനകളെക്കുറിച്ചാണ്. കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് റിസ മരണപ്പെടുന്നത്. 8 മാസം മുമ്പായിരുന്നു അവളുടെ കല്യാണം കഴിയുമ്പോൾ അവൾക്ക് വയസ്സ് 19. ഭർത്താവ് ആസിഫ്, അവനിപ്പോൾ ഗൾഫിലാണെന്നാണ് കേൾക്കുന്നത്, അതും ഒളിവിൽ. ഈ സംഭവം നടന്ന ഉടൻ തന്നെ അവൻ നാട് വിട്ട് മുങ്ങി. സ്വന്തം ഭാര്യ മരിച്ചു കിടക്കുമ്പോൾ അവസാനമായിട്ട് ഒന്ന് കാണാൻ പോലും നിൽക്കാതെ, ആശുപത്രിയിൽ പോലും വരാതെയാണ് അവൻ കടന്നു കളഞ്ഞത്. ഉത്തരം വളരെ വ്യക്തമാണ്. അവനറിയാം അവൻ തന്നെയാണ് ഈ മരണത്തിന് ഉത്തരവാദിയെന്ന്. നമുക്ക് കുറച്ചുകൂടെ ഒന്ന് പിന്നോട്ട് പോയി നോക്കാം. ജനുവരി 8-നാണ് ഇവരുടെ കല്യാണം കഴിഞ്ഞത്. കല്യാണത്തിനായിട്ട് അവൻ നാട്ടിൽ വന്നു. കുറച്ച് ദിവസം നിന്നു. 1-2 ദിവസം മാത്രം റിസയോടൊപ്പം ചെലവഴിച്ചു. അങ്ങനെ ഒരു കുറച്ച് ദിവസം കൊണ്ട് മാത്രം എങ്ങനെയാണ് ഒരു പെൺകുട്ടിക്ക് തൻ്റെ ഭർത്താവിൻ്റെ യഥാർത്ഥ സ്വഭാവം മനസ്സിലാക്കാൻ കഴിയുന്നത്? ഏപ്രിൽ മാസത്തിൽ റിസ ദുബായിലേക്ക് പോകുന്നു, ഭർത്താവിൻ്റെ അടുത്തേക്ക്. 2 മാസത്തേക്കാണ് അവൾ പോയത്. ആ ഒരു 2 മാസം കൊണ്ട് അവളുടെ ജീവിതം തന്നെ തകിടം മറിഞ്ഞു. ഒരുമിച്ച് താമസിക്കാൻ തുടങ്ങിയപ്പോഴാണ് അവൾക്ക് ഭയാനകമായ ഒരു സത്യം തിരിച്ചറിയുന്നത്. ആസിഫ് വെറും ഒരു ഗൾഫുകാരനായിരുന്നില്ല. അവൻ മയക്കുമരുന്നിന്, പ്രത്യേകിച്ച് MDMA പോലുള്ള മാരകമായ ലഹരി വസ്തുക്കൾക്ക് അടിമയായിരുന്നു. റിസയുടെ സുഹൃത്തുക്കൾ പറയുന്നത് കേട്ടാൽ ഒരു സാധാരണക്കാരൻ വരെ ചോര തിളച്ചു പോകുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ്. ദുബായിലെ ഫ്ലാറ്റിൽ ആസിഫിന്റെ കൂട്ടുകാർ വരും. അവിടെ വലിയ രീതിയിലുള്ള ലഹരി ഉപയോഗമാണ് നടക്കുന്നത്. ഈ കൂട്ടുകാരുടെ കൂടെ ലഹരി ഉപയോഗിക്കാൻ അവർ റിസയെ നിർബന്ധിച്ചു. അതിലുപരി സ്വന്തം ഭാര്യയെ, ഈ 20 വയസ്സുകാരിയെ സ്വന്തം സുഹൃത്തുക്കൾക്ക് കാഴ്ചവെക്കാൻ ആ നരാധിപൻ തയ്യാറായി എന്നതാണ്. ഒരു പെൺകുട്ടിയോട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എത്രത്തോളം മതം പതിച്ച കാര്യമാണ്. അവൾ ഇതിനൊന്നും വഴങ്ങില്ല എന്ന് മനസ്സിലായത് കൊണ്ട് അതിക്രൂരമായി മർദ്ദിച്ചു. അവിടുത്തെ റൂമിലിട്ട് അവൻ അവളെ മൃഗീയമായി ഉപദ്രവിച്ചു, അടിച്ചു, ഇടിച്ചു, മാനസികമായി തളർത്തി. 2 മാസം, കൃത്യം 2 മാസം അവൾ ആ നരകയാതന അനുഭവിച്ചു. എന്നിട്ട് എങ്ങനെയൊക്കെയോ നാട്ടിലേക്ക് തിരിച്ചു പോന്നു. പക്ഷെ നാട്ടിൽ വന്നിട്ട് സ്വന്തം ഉപ്പയോടോ ഉമ്മയോടോ ഇതൊന്നും പറഞ്ഞില്ല. എന്തുകൊണ്ട് പറഞ്ഞില്ല? അവിടെയാണ് നമ്മുടെ സമൂഹത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം കിടക്കുന്നത്. ഞാൻ പോയിക്കാനാണ് എൻ്റെ ഉപ്പാനത്തിൽ പറഞ്ഞു കൊടുക്കണാണ്. ഓനങ്ങനെ നല്ലോനായിട്ട് ജീവിക്കണ്ടാണ്. അതൊക്കെ പൊറുക്കാൻ കയ്യിലാണ്. ഓനങ്ങനെ സുഖിക്കണ്ടാണ്, അന്നെ ഇല്ലാണ്ടാക്കിയിട്ടും സുഖിക്കണ്ടാണ്. ഓരോന്ന് പറഞ്ഞ് പേടിപ്പിച്ചിട്ടും ചീത്ത വിളിച്ചിട്ടും ഇങ്ങനെ നിൽക്കാനൊക്കെ കഴിയുന്നില്ല. നീ എന്തായാലും ചെയ്ത് തരണം ഉപ്പാനോട്. ഉപ്പയും എന്നെ പഠിക്കുക വിചാരിക്കുമ്പോ ഓനെന്തായാലും ഓൻ എന്നെ പറ്റി കുറ്റം പറഞ്ഞു ഉപ്പാൻ്റെ ഉമ്മാൻ്റെയും മനസ്സിൽ വരെ എന്നെ പഠിക്കാക്കും. നീ അങ്ങനെ ചെയ്യാൻ വിടലാണ്. നീ എന്തായാലും ഉപ്പാൻ്റെ അടുത്ത് പറഞ്ഞു കൊടുക്കണം. എൻ്റെ റൂമിൽ ആച്ചിൻ്റെ ഡ്രസ്സ് വെക്കുന്നതിൻ്റെ താഴെ കല്യാണത്തിൻ്റെ ലഹങ്ക വെച്ചതിൻ്റെ ഉള്ളോട്ടായിട്ടൊരു റെഡ് കവറുണ്ട്. അതിൽ 2 പേപ്പറുണ്ട്. അത് നീ എടുത്തിട്ട് ഉപ്പാക്ക് കൊടുക്കണം. അതൊക്കെ തീരെ ഇഷ്ടമില്ല ചെയ്യാൻ.
ഞങ്ങൾക്ക് ഇനിയും നിക്കണം. ഞാൻ മരിച്ചു എൻ്റെ ഉപ്പ കരയൂല കൊറേ. ഓനിക്ക് സന്തോഷായിരിക്കും, പക്ഷെ എൻ്റെ ഉപ്പയും കരയൂല. ഇനി ഉപ്പയും ആയാലും ഓൻ്റെ വാക്കിട്ട് തന്നെ ഇതാക്കിയാലും മുബാരി സണ്ണിക്ക് വേണ്ടി കരയൂലേ. അതെല്ലാം ആലോചിക്കുമ്പോ എനിക്ക് ചെയ്യാൻ തോന്നില്ല, പക്ഷെ എനിക്ക് ചെയ്യാണ്ടിരിക്കാനും കഴിയുന്നില്ല. ചെയ്യാണ്ട് നിന്നിട്ട് എന്തിനാ ആദ്യം ഇങ്ങനെ ഉരുകി തീരണം, എനിക്ക് കഴിയൂല. കുട്ടിയുടെ ഒരു ഓഡിയോ, വാട്സപ്പ് ഓഡിയോ പുറത്തു വന്നിട്ടുണ്ടല്ലോ. ഞാൻ എന്നോട് ഒന്നും ഒരു കാര്യം പറഞ്ഞിട്ടില്ല. എന്തായിരുന്നു ഭർത്താവുമായിട്ട് എന്തായിരുന്നു പ്രശ്നം മകൾക്കുണ്ടായിരുന്നത്? അങ്ങനെ പ്രശ്നം നമ്മളെ മുന്നിൽ കാണിക്കുന്നില്ല, അങ്ങനെ ടെൻഷനൊന്നുള്ള ഒരു ഇത് നമ്മളെ മുന്നിൽ ഒന്നും കാണിക്കുന്നില്ല. ഉപ്പാൻ്റെയും ഉമ്മാൻ്റെയും ഒന്നും വിഷമിപ്പിക്കലില്ല. നിങ്ങൾ കേട്ടില്ലേ, ആ ഉമ്മ പറയുകയാണ് അവൾ ഒന്നും പറഞ്ഞിട്ടില്ല എന്ന്. എന്തുകൊണ്ടാണ് റിസ ഒന്നും പറയാതിരുന്നത്? വോയിസ് നോട്ടിൽ തന്നെ അവൾ പറയുന്നുണ്ട്, ഉപ്പയും ഉമ്മയും എന്ത് വിചാരിക്കുമെന്നുള്ളൊരു പേടി കൊണ്ടാണ് അവൾ ഒന്നും പറയാത്തതെന്ന്. താൻ അനുഭവിച്ച കാര്യങ്ങൾ പറഞ്ഞാൽ ഉപ്പയ്ക്കും ഉമ്മയ്ക്കും അതൊരു സങ്കടമാകും. സ്വന്തം സങ്കടത്തേക്കാൾ അവൾ ചിന്തിച്ചത് മാതാപിതാക്കളെ കുറിച്ചാണ്. മരിക്കുന്നതിന് മുമ്പ് അവൾ തൻ്റെ കൂട്ടുകാരിയോട് എന്താണ് പറഞ്ഞതെന്നറിയാമോ? തൻ്റെ കല്യാണത്തിനിട്ട ലെഹങ്കയുടെ പോക്കറ്റിനുള്ളിലായിട്ട് 2 കവർ വെച്ചിട്ടുണ്ട്, അതിൽ 1 ഉപ്പയ്ക്ക് കൊടുക്കണമെന്ന്. താൻ അനുഭവിച്ച ദ്രോഹങ്ങളെല്ലാം അതിൽ എഴുതിയിട്ടുണ്ട് എന്ന്. ഒരു പക്ഷേ നാം അറിയാതെ പോയ, അല്ലെങ്കിൽ ആസിഫിൻ്റെ വീട്ടുകാർ മറച്ചു വെച്ച വലിയൊരു സത്യമുണ്ട്. മാർച്ച് 2-ാം തീയതി, അതെ മാർച്ച് 2-ാം തീയതി ഭർത്താവിൻ്റെ വീട്ടിൽ വെച്ച് റിസ ഒരിക്കൽ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചിരുന്നു, അതും കൈ ഞരമ്പുകൾ മുറിച്ചുകൊണ്ട്. അന്ന് അവളെ ഹോസ്പിറ്റൽ കാണിച്ച് ട്രീറ്റ്മെൻറ്റ് എടുത്തു. ഇതൊക്കെ നടക്കുമ്പോൾ ഭർത്താവ് നാട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. ഇത്രയും വലിയൊരു സംഭവം നടന്നിട്ട് ആ പെൺകുട്ടിയുടെ ഉമ്മയോടോ ഉപ്പയോടോ ഇവർ ഒന്നും തന്നെ പറഞ്ഞിരുന്നില്ല. അവർ അത് ഒളിച്ചു വെച്ചു. അല്ലെങ്കിൽ തന്നെ ഏത് മാതാപിതാക്കളാണ് സ്വന്തം മകൻ ലഹരി ഉപയോഗിക്കുന്നതും സ്വന്തം ഭാര്യയെ തല്ലിച്ചതയ്ക്കുന്നതുമൊക്കെ നാട്ടുകാരോട് പറയാൻ പോകുന്നത്, അല്ലേ? ആ പെൺകുട്ടിയുടെ ജീവനേക്കാൾ അവർക്ക് വലുതായിരുന്നു സ്വന്തം കുടുംബത്തിൻ്റെ മാനം. അവരുടെ മകൻ്റെ വൃത്തികേടുകൾ മറച്ചു വെക്കാൻ ആ പെൺകുട്ടിയെ അവർ ബലികേടാക്കിയെന്ന് തന്നെ നമുക്കിവിടെ പറയേണ്ടിയിരിക്കുന്നു. നിലവിലെ അവസ്ഥ എന്താണ്? നിലവിലെ അവസ്ഥ വെച്ചാൽ ജനുവരി 8-നാണ് റിസയുടെ കല്യാണം കഴിഞ്ഞത്. അതിന് 1 മാസം പിന്നിട്ട ശേഷം ഇവർക്ക് മർദ്ദനമുണ്ടെന്ന് സുഹൃത്തുക്കളോട് പറഞ്ഞത്. വെച്ചാൽ ഏപ്രിൽ 11 മോള് വിസിറ്റിങ്ങിന് ദുബായിലേക്ക് പോയി. അവിടുന്ന് സുഹൃത്തുക്കൾ റൂമിലേക്ക് വരുമ്പോഴും, അപ്പോൾ സുഹൃത്തുക്കൾ റൂമിലേക്ക് വന്നിട്ട് അവിടുന്ന് MDMA ഉപയോഗിക്കലും ഇവള് പറഞ്ഞത്. അങ്ങനെ ഇതെല്ലാം ഉപ്പാനും ഉമ്മാനും അറിയിക്കാണ്ട് കുട്ടി ഒരു വിഷമവും വീട്ടുകാരോട് പറയില്ല. ഇതുവരെ ഉണ്ടായിട്ടില്ല. നല്ല സോഷ്യലൈസ് ചിരിച്ചും കൊണ്ടാണ് ഇവിടെ ഉണ്ടായത്. ഇതെല്ലാം സുഹൃത്തുക്കളോട് എല്ലാം പറയും, പങ്കിടും. വെച്ചാൽ ഇങ്ങനെ എന്നെ വല്ലാണ്ട് മർദ്ദിക്കുന്നുണ്ട്, ചെയ്ത് വിളിക്കുന്നുണ്ട്, MDMA ഉപയോഗിച്ചിട്ട് ഞാൻ എതിർക്കുമ്പോൾ വല്ലാണ്ട് മർദ്ദനം ഉണ്ടായിരുന്നു, ഇത് ഉപ്പാനും ഉമ്മാനും അറിയിക്കരുത്. വെച്ചാൽ ഉപ്പാക്ക് സൂലാത്തതാണ്, അതുകൊണ്ട് ഉപ്പാനും ഉമ്മാനും ബുദ്ധിമുട്ടിക്കരുത്. ഉപ്പാക്ക് സൂലാത്തതുകൊണ്ട് ഉപ്പ എന്തെങ്കിലും ആയിപ്പോവും, അതുകൊണ്ട് വീട്ടുകാരെ അറിയിക്കേണ്ടെന്നിട്ടാണ് പിന്നെ നമ്മളെ മോള് പറഞ്ഞത്. മാർച്ച് 2-ാം തീയതി ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് ഇതേപോലെ ഒരു ആത്മഹത്യ ശ്രമിച്ചിന്, കയ്യിൽ നിന്ന് മുറിച്ചിട്ട്. അത് കൃത്യമായിട്ട് ലെറ്ററിൽ എഴുതിയിട്ടുണ്ട്. ഇത് ചാല മിംസ് ഹോസ്പിറ്റലിലാണ് കൊണ്ടുപോയത്, അവിടെ നിന്ന് ട്രീറ്റ്മെൻറ്റ് എടുത്തതെന്ന് പറഞ്ഞിട്ട്. ഇതൊന്നും ഞങ്ങളറിയില്ല. നമ്മളോട് ഒരു വിഷമോ നമ്മളെ മോള് പറഞ്ഞിട്ടില്ല. ഭർത്താവിൻ്റെ വീട്ടുകാരും ഈ കാര്യം പറഞ്ഞില്ലേ? അവർ ഈ സമയമായിട്ട് ഇങ്ങനത്തെ ഒരു സംഭവം നടന്നെന്ന് പറഞ്ഞിട്ടില്ല. അവർ പറഞ്ഞിട്ടില്ലെങ്കിൽ നമുക്ക് കുട്ടീനെ നിയന്ത്രിച്ച് കൊണ്ടുപോകും, കാര്യങ്ങളും ചോദിച്ച് മനസ്സിലാക്കും. ആസിഫ് എന്ന ക്രൂരൻ ആ പെൺകുട്ടിയെ ക്രൂരമായി കൊന്നു. അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ആസിഫ് മാത്രമല്ല, അവളെ കേൾക്കാൻ കഴിയാതെ പോയ, അല്ലെങ്കിൽ അവൾക്ക് പറയാൻ ധൈര്യം കൊടുക്കാതെ പോയ ഈ സമൂഹവും അതിനൊരു ഉത്തരവാദിയാണ്. നമ്മളെപ്പോഴും പറയാറില്ലേ, പെൺകുട്ടിയാണ് സഹിച്ചു പോകണമെന്ന്. കല്യാണം കഴിഞ്ഞാൽ പിന്നെ എല്ലാം ഭർത്താവിൻ്റെ വീടാണെന്നെല്ലാം. ഈ ഡയലോഗുകൾ കേട്ടാണ് ഒരു പെൺകുട്ടി വളരുന്നത്. അതുകൊണ്ടാണ് അവൾക്ക് ഒരു വാക്ക് പോലും ഉമ്മയോട് പറയാൻ കഴിയാതിരുന്നത്. താൻ പറഞ്ഞാൽ വിശ്വസിക്കുമോ എന്നൊരു പേടിയും അവൾക്കുണ്ടായിരുന്നു. അവൾ തന്നെ കുറ്റക്കാരി ആകുമോ എന്നൊരു ഭയവും. ചോദിക്കലായിരുന്നു, എന്തായിരുന്നു ഉണ്ടായിരുന്നത്? നിങ്ങൾ മനസ്സിലാക്കുന്നത് എന്താണ്? മനസ്സിലാക്കിച്ചാൽ ഓരോ സുഹൃത്തുക്കൾക്ക് വോയിസ് ക്ലിപ്പ് ഇട്ടാൽ പിന്നെ ഈ ആസിഫിൻ്റെ കൂട്ടുകാർ അവിടെ വരും. ഈ ലഹരി ഉപയോഗം അല്ലെങ്കിൽ ഇവൾ കണ്ടോണ്ട് എതിർത്തുകൊണ്ടാണ് ഇവർക്ക് വല്ലാത്ത മർദ്ദനം, ഇവളെ ഭീഷണിപ്പെടുത്തൽ. ഈ ഭീഷണി എല്ലാം ഉണ്ടായത് വീട്ടിൽ വെച്ചാണോ ഗൾഫിൽ വെച്ചാണോ? ഗൾഫിൽ വെച്ചിട്ട്. ഉണ്ടായത് അവിടെ വെച്ച്? മർദ്ദനെല്ലാം അവിടെ വെച്ചിട്ട് തന്നെ കൂടുതൽ. ആ മോള് പറയാണ്ട് മനസ്സിൽ വെച്ച് നിന്നതാണ്, ഉപ്പാനുമാനും വിഷമിക്കാണ്ടെന്ന് വെച്ചിട്ട്. നിങ്ങൾ ശക്തമായ നടപടി വേണമെന്നുള്ള ആവശ്യമാണ് നിങ്ങൾ ഉന്നയിക്കുന്നത്. എന്താണ് പോലീസിൽ കൊടുത്ത പരാതിയിൽ എന്തായി, നടപടികൾ എവിടെ വരെയായി? പോലീസ് കൊടുത്ത നടപടിയിൽ പിന്നെ അവനെ അറസ്റ്റ് ചെയ്യേണ്ട ലെവലിൽ പോലെ എത്തിയിട്ടുണ്ട്. നാട്ടിലേക്ക് വന്നിരുന്നു, മൃതദേഹം കാണാൻ വന്നിരുന്നു. നാട്ടിലേക്ക് ഈ മരണപ്പെട്ട രാവിലെ പിന്നെ കണ്ണൂർ എയർപോർട്ടിൽ വന്നിറങ്ങി അവൻ്റെ വീട്ടിൽ പോയി കൂടെ ഇതിന്.
ഈ വൈകുന്നേരം വരെ ഹോസ്പിറ്റലിലേക്ക് അവൻ വന്നിട്ടില്ല. ഈ മയ്യത്ത് ഇവിടെ കൊണ്ടുവന്ന ശേഷമാണ് കാണാൻ വേണ്ടി വന്നത്. നമുക്കിനി പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് വരാം. ഈ വീഡിയോ കാണുന്ന എല്ലാ മാതാപിതാക്കളും, അതും പെൺകുട്ടികളുള്ള മാതാപിതാക്കളോടും എനിക്കൊരു ചോദ്യം ചോദിക്കാനുണ്ട്. നിങ്ങൾക്ക് എന്തിനാണ് ഇത്ര ധൃതി? 18 അല്ലെങ്കിൽ 19 വയസ്സാകുമ്പോൾ തന്നെ പെൺമക്കളെ കല്യാണം കഴിപ്പിച്ച് അയക്കണമെന്ന് നിങ്ങൾക്ക് എന്തിനാണ് ഇത്ര ധൃതി? എന്താ ചുറ്റുപാടുമുള്ള ആളുകൾ ചോദിക്കുമോ മോളെ കെട്ടിച്ചില്ലേ എന്ന്? നാട്ടുകാരുടെ ചോദ്യം ഭയന്നിട്ടാണോ സ്വന്തം മോളുടെ ജീവിതം വെച്ച് കളിക്കുന്നത്? ഒരു പയ്യനെ കാണുന്നു, അവൻ ഗൾഫിലാണെന്നും അത്യാവശ്യം നല്ല കാശുള്ളവനാണെന്നും പറഞ്ഞാൽ പിന്നെ ഒന്നും നോക്കില്ല, സ്വന്തം മോളെ പിടിച്ചങ്ങ് കെട്ടിച്ചു കൊടുക്കും, ബാധ്യത ഒഴിയട്ടെ എന്ന് വിചാരിക്കും അല്ലേ? പക്ഷേ ഇപ്പോഴത്തെ കാലം അതല്ല. പെൺകുട്ടികൾക്ക് അത്യാവശ്യം വേണ്ട എന്താണെന്നറിയാമോ? കല്യാണം അല്ല, അവർക്ക് പഠിക്കണം, വിദ്യാഭ്യാസമാണ് അവർക്ക് വേണ്ടത്. ഒരു 20 വയസ്സുകാരി ഡിഗ്രി പഠിക്കുന്ന സമയമാണത്. അവൾക്ക് ലോകം എന്താണെന്ന് മനസ്സിലാക്കാൻ തുടങ്ങുന്നതേ ഉള്ളൂ. ആ ഒരു പ്രായത്തിൽ അവളെ ഭാര്യയാക്കി ഒരു കുടുംബത്തിൻ്റെ ഭാരം മൊത്തം തലയിൽ വെച്ച് കെട്ടിക്കൊടുക്കുന്നത് എങ്ങനെയാണ് അവൾ താങ്ങുന്നത്? നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. റിസയ്ക്ക് ജോലി ഉണ്ടായിരുന്നെങ്കിലോ, അവൾ സ്വന്തം കാലിൽ നിൽക്കുന്ന ഒരു പെൺകുട്ടി ആയിരുന്നെങ്കിലോ, ദുബായിലായ നരകത്തിൽ വെച്ച് അവളെ ഉപദ്രവിക്കുമ്പോൾ, സ്വന്തം കൂട്ടുകാർക്ക് അവളെ കാഴ്ചവെക്കാൻ ശ്രമിക്കുമ്പോൾ അവൾക്ക് അവനെ വലിച്ചെറിഞ്ഞിട്ട് ഇറങ്ങിപ്പോകാൻ തോന്നുമായിരുന്നില്ലേ? നീ ഇല്ലെങ്കിലും എനിക്ക് ജീവിക്കാൻ അറിയാം, എനിക്ക് നല്ലൊരു ജോലിയുണ്ട്, എനിക്ക് നല്ലൊരു വരുമാനമുണ്ട് എന്ന് അവൻ്റെ മുഖത്തടിച്ചതുപോലെ പറഞ്ഞിട്ട് ഇറങ്ങി വരാനുള്ള ധൈര്യം അവൾക്ക് ഉണ്ടാകുമായിരുന്നു. അത് ഇല്ലാതാക്കിയത് ഓരോ മാതാപിതാക്കളുമാണ്, ആ പെൺകുട്ടിയുടെ മാതാപിതാക്കളാണ്. അവൾക്കിവിടെ വിദ്യാഭ്യാസമില്ല, സ്വന്തമായി വരുമാനമില്ല, ഉപ്പയും ഉമ്മയും കഷ്ടപ്പെട്ട് കെട്ടിച്ചു വിട്ടതാണ്. തിരിച്ചു ചെന്നാൽ അവർക്ക് ബാധ്യത ആകുമെന്നൊരു ചിന്തയിലാണ് അവൾ മരണത്തെ സ്വീകരിച്ചത്. ഇപ്പോഴത്തെ പെൺകുട്ടികളെല്ലാവരും പഴയതുപോലെ സഹിച്ച് ജീവിക്കുന്നവരല്ല, അവർക്ക് സ്വന്തമായ ചിന്തകളുണ്ട്. അതുകൊണ്ട് തന്നെ രക്ഷിതാക്കൾ കാര്യങ്ങൾ മനസ്സിലാക്കണം. ഒരുത്തനെ എങ്ങനെയെങ്കിലും കെട്ടിച്ചു വിട്ടാൽ സ്വന്തം ബാധ്യത ഒഴിവാക്കുകയല്ല നിങ്ങൾ ചെയ്യേണ്ടത്. സ്വന്തം മകൾക്ക് നല്ലൊരു വിദ്യാഭ്യാസം കൊടുക്കണം, അതിലാവണം നിങ്ങളുടെ അഭിമാനം. എന്നിട്ട് നിങ്ങൾ അവളോട് ചോദിക്കണം, മോളെ നിനക്ക് കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ടോ, ആരെങ്കിലും മനസ്സിലുണ്ടോ എന്ന്. അല്ലാതെ അവനിത്തിരി കാശുണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഏവൻ്റെങ്കിലും മണ്ടയിൽ വെച്ച് കൊടുക്കുകയല്ല ചെയ്യേണ്ടത്. 8 മാസം നിങ്ങൾ ചിലപ്പോൾ നാട്ടുകാരുടെ മുന്നിൽ നെഞ്ചും വിരിച്ച് നടന്നിട്ടുണ്ടാകാം. എൻ്റെ മോളുടെ ഭർത്താവ് ഗൾഫുകാരനാണ്, എന്നെ ഒരു ഗൾഫുകാരനെ കൊണ്ട് ഞാൻ കെട്ടിച്ചു വിട്ടു എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. പക്ഷേ ഇപ്പോൾ ആർക്കാണ് നഷ്ടപ്പെട്ടത്? സ്വന്തം ചോരയല്ലേ ഒരു മുഴം കയറിൽ ജീവിതം അവസാനിപ്പിച്ചത്. ഇപ്പോൾ ആ കുടുംബം പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. കാര്യങ്ങൾ അറസ്റ്റിലേക്ക് നീങ്ങുന്ന ലെവലിലും എത്തിയിട്ടുണ്ട്. നിയമം അതിൻ്റെ വഴിക്ക് തന്നെ നടക്കുമ്പോൾ തന്നെ അവൻ ദുബായിലേക്ക് കടന്നത് ഒരു ചോദ്യചിഹ്നമാണ്. ഇവിടെ അവനെ സഹായിക്കാൻ ആരൊക്കെയുണ്ട്? അവൻ്റെ മാതാപിതാക്കൾക്കും ഇതിൽ കൃത്യമായ പങ്കുണ്ട്. തൻ്റെ വീട്ടിൽ വെച്ചൊരു പെൺകുട്ടി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചപ്പോൾ അത് മറച്ചു വെച്ച ആ മാതാപിതാക്കൾക്കെതിരെയും കേസെടുക്കണം. അവരും കുറ്റവാളികളാണ്. യവന്മാർക്ക് ശിക്ഷയില്ലാത്തത് കൊണ്ടാണ് വീണ്ടും വീണ്ടും ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കുന്നത്. ഇത് കേരളത്തിലെ ആദ്യത്തെ സംഭവം ഒന്നുമല്ലല്ലോ. എത്ര സംഭവങ്ങൾ ഇങ്ങനെ കണ്ടു കഴിഞ്ഞിരിക്കുന്നു നമ്മൾ. കല്യാണം കഴിഞ്ഞ് 1 വർഷം തികയുന്നതിന് മുമ്പ് തന്നെ ഭാര്യയെ കൊല്ലുക, അല്ലെങ്കിൽ അവരെ ആത്മഹത്യ ചെയ്യിപ്പിക്കാൻ പ്രേരിപ്പിക്കുക. അതായത് വിസ്മയുടെയും ഉത്രയുടെയൊക്കെ വാർത്തകൾ നമ്മൾ ഒരുപാട് കണ്ടിട്ടുള്ളതാണ്. എന്നിട്ടും നമ്മുടെ മാതാപിതാക്കൾ ഒന്നും പഠിക്കുന്നില്ല എന്നത് വളരെ കഷ്ടമാണ്. വീണ്ടും സ്വന്തം മക്കളെ കുരുതി കൊടുക്കാനായിട്ട് അവർ തയ്യാറാകുന്നു. ഞാൻ ഒന്നുകൂടി പറയാണ്, നാം ഓരോരുത്തരും ഇത് ഉൾക്കൊള്ളേണ്ട സമയമാണ്. സ്വന്തം മോളെ കല്യാണം കഴിച്ചു വിട്ടാലും അവിടെ അടിക്കടി പോയി നോക്കണം. എന്ത് പ്രശ്നമുണ്ടെങ്കിലും ഞങ്ങളോട് ധൈര്യമായിട്ട് പറയണമെന്ന് പറയണം. എല്ലാത്തിനും ഞങ്ങളുണ്ട് എന്നൊരു ധൈര്യം അവൾക്ക് നൽകണം. ആ ഒരൊറ്റ വാക്ക് മതിയായിരുന്നു റിസയെന്ന് നമ്മളോടൊപ്പം ജീവനോടെ ഇരിക്കാൻ. മക്കൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുക, അവരെ സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തരാക്കുക. സാമ്പത്തിക സ്വാതന്ത്ര്യം ഉണ്ടെങ്കിൽ ഏത് നരകത്തിൽ നിന്നും അവർക്ക് പുറത്തു കടക്കാൻ കഴിയും. പിന്നെ ഈ 18 വയസ്സ് തികയാൻ കാത്തു നിൽക്കുന്ന മാതാപിതാക്കളെ നിങ്ങളെ സമ്മതിക്കണം. സ്വന്തം മകളുടെ കഴുത്തിലേക്കാണ് നിങ്ങൾ കുരുക്ക് കയറിയിടുന്നത്. റിസയുടെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ. ആ ക്രൂരന്മാർക്ക് തക്കതായ ശിക്ഷ കിട്ടുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം.